എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊട്ടിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് പരിശോധിക്കാം. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജുകളിലെ ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങളുമായി യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോകുമ്പോഴാണ് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കാനുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് യൂണിവേഴ്സിറ്റി ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഗൂഗിളിലോ ക്രോമോ ഓപ്പൺ ചെയ്യുക. കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് സെർച്ച് ചെയ്യുക. തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് എന്നൊരു ലിങ്കാണ് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. UG പ്രോഗ്രാംസ് എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ ID യും ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും, പിന്നെ യൂസർ ID യും പാസ്വേഡും, അതുപോലെ തന്നെ പിന്നെ ഒരു ക്യാപ്ച കോഡും, ഒരു 5 അക്കമുള്ള ഒരു ക്യാപ്ച ആയിരിക്കും. ഒരു കറുത്ത കോളത്തിൽ നിങ്ങൾക്ക് അത് കാണും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എൻ്റർ ചെയ്ത് കൊടുത്ത് ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും തുറന്നു വരുന്ന പേജിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല. പ്രിയ വിദ്യാർത്ഥികൾ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആയതുകൊണ്ടും സീറ്റ് ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും മാൻഡറ്ററി ഫീ നിർബന്ധമായിട്ട് അടയ്ക്കേണ്ടി വരും. 1000 രൂപയ്ക്ക് അടുത്താണ് മാൻഡറ്ററി ഫീ വരുന്നത്. നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മാൻഡറ്ററി ഫീ നിങ്ങൾ അടയ്ക്കേണ്ടത്. ഈ മാൻഡറ്ററി ഫീ അടച്ചതിന് ശേഷം നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും ഡിക്ലെയർ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കുകയും ശേഷം യൂണിവേഴ്സിറ്റി നിർദ്ദേശിക്കുന്ന ഡേറ്റിൽ കോളേജിൽ അഡ്മിഷനായിട്ട് ഹാജരാകുകയും ചെയ്യേണ്ടത്. പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ മാൻഡറ്ററി ഫീ അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടമാകും എന്ന് മാത്രമല്ല, തുടർന്നുള്ള യാതൊരു അലോട്ട്മെൻറ്റുകളിലും നിങ്ങളെ പരിഗണിക്കില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കരീദ, ഫൗണ്ടർ ഓഫ് സ്കറി ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.